കിഫ്ബി ഫെമ ലംഘനത്തിലും ഇ ഡിയുമായി ഏറ്റുമുട്ടലിനൊരുങ്ങുകയാണ് പിണറായി സർക്കാർ. മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഇ ഡി നോട്ടീസ് സമയപരിധി അവസാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള എതിർകക്ഷികൾ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസിന് മറുപടി നൽകാത്തതിനാൽ കേസ് എക്സ്പാർട്ടി വിധിയാകും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, ഈ എല്ലാവർക്കും പരിചിതമല്ലാത്ത ചില വാക്കുകൾ ഈ വാർത്തയിൽ ഉടനീളം കാണുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇന്നലെയാണ് സമയപരിധി, അതായത് ഒരു മാസത്തെ സമയപരിധിയിലുള്ള നോട്ടീസായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇവർക്ക് നൽകിയത്. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ മുൻ ധനമന്ത്രി തോമസ് ഐസക് അടക്കമുള്ള ആളുകൾക്കും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ നൽകിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്ന കാര്യമാണ് പ്രധാനമായും ചോദിച്ചിരുന്നത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ റിപ്പോർട്ട് പ്രകാരം ഫെമ ലംഘനം നടന്നിട്ടുണ്ട്, ഒപ്പം തന്നെ ഭരണഘടന വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, കേന്ദ്രത്തിന്റെ അധികാരത്തിൽ അന്യായമായ കടന്നുകയറ്റം നടന്നിട്ടുണ്ട്, നേരത്തെ CAG നടത്തിയ കണ്ടെത്തലുകളെല്ലാം തന്നെ ശരിവെച്ചുകൊണ്ടുള്ളതും അതേ കണ്ടെത്തലുകൾ തന്നെ ആവർത്തിച്ചുമുള്ള വിശദമായ ഒരു റിപ്പോർട്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എന്ത് മറുപടി നൽകാനുണ്ട് എന്നതാണ് മുഖ്യമന്ത്രിയോടും ഒപ്പം തന്നെ മറ്റുള്ള ആളുകളോടും ചോദിച്ചത്. ഈ നോട്ടീസിനുള്ള സമയപരിധിയാണ് ഇന്നലെ അവസാനിച്ചത്. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇത്തരം അന്വേഷണങ്ങളോടൊന്നും തന്നെ സഹകരിക്കാൻ സംസ്ഥാന സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ താല്പര്യമില്ല എന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇത്തരം നോട്ടീസ് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കരുത് എന്നതായിരുന്നു മുഖ്യമന്ത്രി ഇതിന് നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ സർക്കാർ ഇനിയും സ്വീകരിക്കുന്ന നിലപാട് ഇത്തരത്തിൽ തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് തുടർ നടപടികളിലേക്ക് ശക്തമായി തന്നെ കടക്കാൻ കഴിയും. ഇത്തരം സാഹചര്യങ്ങളിൽ, അതായത് എതിർ കക്ഷികൾ കൃത്യമായ മറുപടി നൽകുകയോ അവരുടെ അഭിഭാഷകരെ ഹാജരാക്കിക്കൊണ്ട് വിശദീകരണം നൽകാൻ തയ്യാറാവുകയോ ചെയ്യാത്ത പക്ഷം ഏകപക്ഷീയമായ അല്ലെങ്കിൽ എക്സ്പാർട്ടി വിധിയിലേക്ക് മുന്നോട്ട് പോകാൻ ഇത്തരത്തിൽ കോടതികൾക്ക്, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റികൾക്ക് കഴിയും. കാരണം അവരെ കേൾക്കാൻ തയ്യാറാകാത്തതല്ല, മറിച്ച് അവർ വിശദീകരണം നൽകാൻ തയ്യാറാകാത്തതാണ് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കഴിയും. അതുകൊണ്ട് ഇന്നലെ ഇത്തരത്തിൽ സമയപരിധി അവസാനിച്ചു എന്നതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ ഒരു അന്തിമ ഉത്തരവ് പുറത്തിറങ്ങും. ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു പിഴസംഖ്യ അടക്കം ചുമത്തിക്കൊണ്ടായിരിക്കും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ ഉത്തരവുണ്ടാവുക. അതിനെയും നിയമപരമായി നേരിടാം, മേൽക്കോടതികളെ സമീപിക്കാം എന്നെല്ലാമാണ് സർക്കാർ ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഒരു വലിയ നിയമ പോരാട്ടത്തിന് തന്നെയായിരിക്കും അത്തരം കാര്യങ്ങൾ തുടക്കമിടുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഫെമ ലംഘന കേസുകളിൽ വലിയ പിഴകൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റികൾ ചുമത്താറുണ്ട്. ഫെമ ലംഘനം നടന്നിട്ടുണ്ട്, കൃത്യമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ അത്തരം നടപടികൾ ഉണ്ടാകാറുണ്ട്. മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ കൃത്യമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് മസാല ബോണ്ട് സമാഹരണത്തിനുള്ള ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 2019 മാർച്ചിൽ മസാല ബോണ്ട് ഇറക്കിക്കൊണ്ട് 2150 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ നിയമവിരുദ്ധമായ നീക്കങ്ങളിലൂടെയാണ് എന്ന കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. വിദേശ കടമെടുപ്പ് അധികാരം കേന്ദ്രത്തിന് മാത്രമാണ് എന്നിരിക്കെ വിദേശത്ത് നിന്ന് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കടമെടുപ്പ് നടപടികളിലേക്ക് കടന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നേരത്തെ CAGയും എല്ലാം തന്നെ ഉയർത്തിയിരുന്നത്. അതിന് കൃത്യമായ ഒരു മറുപടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഭരണഘടന അധികാരത്തിൽ കടന്നു കയറി കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലും ഭരണഘടനയും ലംഘിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകാത്തത് കൊണ്ട് തന്നെ എക്സ്പാർട്ടി വിധിയിലേക്കായിരിക്കും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കടക്കുക. കിഫ്ബി ഫെമ ലംഘനത്തിലും ഇ ഡിയുമായി ഏറ്റുമുട്ടലിനൊരുങ്ങുകയാണ് പിണറായി സർക്കാർ. സമയപരിധി അവസാനിച്ചതോടെ ആണ് നീക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.